നടത്തുന്നതിന് വേണ്ടി വളരെ വിശദമായ ആശയവിനിമയത്തിലൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒട്ടേറെ ഗ്രഹപാഠം നടത്തി ഐക്യജനാധിപത്യത്തിലുള്ള നേതാക്കന്മാരുമായി ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയാണ് ഈ പ്രകടന പത്രിക രൂപം നൽകിയിരിക്കുന്നത്. തകർന്ന കേരളത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തുനിൽക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക്, അഭിലാഷങ്ങൾക്ക്, പ്രതീക്ഷയ്ക്ക് ഉതകുന്ന തലത്തിൽ ഈ പ്രകടന പത്രിക ഇവിടെ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ ആ ചടങ്ങുകൾ നടക്കുകയാണ്. പ്രകടന പത്രികയുടെ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഈ പ്രകടന പത്രികയുടെ ഔദ്യോഗികമായ പ്രസിദ്ധീകരണം ബഹുമാനനായ നമ്മുടെ പ്രതിപക്ഷ നേതാവിനായും അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനായ ഇന്നത്തെ മുഖ്യ അതിഥിയായി നിൽക്കുന്ന തെലങ്കാന ചീഫ് മിനിസ്റ്റർ നിങ്ങളെല്ലാം സുഹൃത്ത് ശ്രീ രേവന്ത് റെഡ്ഡിക്കും കൂടി കൈമാറും. ഇതൊരു ഔദ്യോഗിക ചടങ്ങ് പ്രകടന പത്രിക പ്രസിദ്ധീകരണം മാത്രമാണ്. ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനായ UDF നേതാക്കന്മാർ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കൾ, മറ്റു എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ബഹുമാനികളായ സ്നേഹിതന്മാരെയും സഹോദരിമാരെയും ജനപ്രതിനിധികളെയും ഇവരുടെ ദേഹത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും ഞാനിവിടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഔദ്യോഗികമായ കോപ്പി നിങ്ങൾക്ക് കൈമാറിയതിനു ശേഷം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കുറിച്ച് സംസാരിക്കും. അതിനുശേഷം മറ്റ് സംസാരങ്ങളുണ്ടാകും. മറ്റൊരു അവസ്ഥയിലേക്ക് കടക്കാതെ ഇതിനെ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഇതിന്റെ മാധ്യമ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ ഔദ്യോഗികമായ ചടങ്ങ് ആരംഭിക്കുന്നു. ഒന്ന് സമയം വേദനിക്കുന്നവർക്ക് പേര് ഒന്നുകൂടെ അത് പിടിച്ചുകൊണ്ട് നമുക്കുള്ളൊരു അതൊന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നു. പ്ലീസ് ഒന്നറിയിക്കട്ടെ, അതൊന്ന് പ്ലീസ്. UDF-ന്റെ ഈ പ്രകടന പത്രിക പ്രഖ്യാപിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ നേതാക്കളെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. In the time of declaring our manifesto, we are very much privileged that our Telangana Chief Minister Sri Revant Reddy ji is here, and he is a person, he is a Chief Minister. He is a Chief Minister, implemented the guarantees declared by him within 100 days. I congratulate Mr. Revant Reddy ji for implementing the guarantee which the Congress party declared before the election in Telangana.
He implemented it within 100 days. We hope that we are also on the same path. നമ്മുടെ രാഹുൽ ഗാന്ധി പുതിയൊരു യാത്രയുടെ സമാപനത്തിൽ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, UDF മാനിഫെസ്റ്റോയുടെ ഭാഗമാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം. മൂന്നാമത്, യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. നാലാമത്, നമുക്കറിയാം ചികിത്സാ ചെലവ് വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ചികിത്സാ ചെലവ് 3-1 കുറയ്ക്കുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി. അഞ്ചാമത്തത് വയോജനങ്ങൾക്ക് വേണ്ടി അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്ന പദ്ധതികൾ നടപ്പാക്കുന്നതിനായിട്ടുള്ള വയോജന വകുപ്പിന്റെ രൂപീകരണം. അതുകൂടാതെയുള്ള ഒരു പ്രധാനപ്പെട്ട ഡിക്ലറേഷൻ, ഇപ്പോൾ 2000 രൂപ കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. ഈ 5+1 ഗ്യാരണ്ടി, 6 ഗ്യാരണ്ടികളാണ് UDF ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നെ നമ്മൾ തയ്യാറാക്കിയ, ഞങ്ങൾ ഈ കാര്യത്തിൽ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷവും ചെയ്യാത്തൊരു തയ്യാറെടുപ്പ് നടത്തി. 2 വർഷമായി നമ്മൾ ഗവൺമെന്റിനെ വിമർശിക്കുകയും ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്ത വകുപ്പുകളിൽ ഞങ്ങൾ ഗവേഷണതുല്യമായ ഗൃഹപാഠം ചെയ്ത് ഞങ്ങൾ മാനിഫെസ്റ്റോയ്ക്ക് അപ്പുറം വലിയ തോതിൽ ഉള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ഹെൽത്ത് കോൺക്ലേവ് നടത്തി, എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തി, ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് നടത്തി. ഞങ്ങൾ തയ്യാറാക്കിയ ഡോക്യുമെന്റ്സ് ഉണ്ട്. ആരോഗ്യ മേഖല, വ്യാവസായിക മേഖല, അതുപോലെ വിദ്യാഭ്യാസ മേഖല. അപ്പോ അത് പ്രധാനപ്പെട്ട ഇതിന്റെ ഈ മാനിഫെസ്റ്റോയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. നേരത്തെ തന്നെ ആരോഗ്യ രേഖയും വിദ്യാഭ്യാസ രേഖയും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ചില സ്വപ്ന പദ്ധതികൾ എന്നൊക്കെ സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നതെന്ന് ട്രോളിയല്ല, അതും തയ്യാറാക്കിയ പദ്ധതികളാണ്. ഞാൻ ഉദാഹരണം പറയാം. മിഷൻ സമുദ്ര എന്നുള്ള പദ്ധതി തയ്യാറാക്കിയത് മാരിടൈം എക്സ്പേർട്സും ഷിപ്പിംഗ് എക്സ്പേർട്സും കൂടി തയ്യാറാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. കേരളത്തിൽ 600 കിലോമീറ്റർ തീരപ്രദേശമുണ്ട്, 2 ഇന്റർനാഷണൽ സീപോർട്ടുകളും, ഒരു കണ്ടെയ്നർ ടെർമിനലും, 17 മിനി തുറമുഖങ്ങളുമുണ്ട്. ഇതിനെ 3ഉം സംയോജിപ്പിച്ചുകൊണ്ടുള്ള കോസ്റ്റൽ ഷിപ്പിംഗ് ആണ് ആരംഭിക്കുന്നത്. അത് വലിയൊരു പദ്ധതിയാണ്. 2ാം ഘട്ടത്തിൽ അത് ക്രൂയിസ് ഷിപ്പിംഗ് ആയി പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നത്. ആദ്യം ചരക്കാണ് കൊണ്ടുപോകുന്നത്. റോഡിൽ നിന്നുള്ള 70% ചരക്കുകളും അതിന്റെ 4 ചെലവിൽ കടലിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന പദ്ധതിയാണ്. 3ാം ഘട്ടത്തിൽ നമ്മുടെ തടാകങ്ങൾ, നദികൾ, 44 നദികൾ, മറ്റ് തടാകങ്ങൾ എല്ലാത്തിനെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള വളരെ വിശാലമായ ഒരു ടൂറിസം പ്രോജക്ട്. അത് കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റണം എന്നുള്ള UDFന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ 2ാമത്തെ പദ്ധതി, നമുക്ക് 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്. 4 ഇന്റർനാഷണൽ എയർപോർട്ട്. അതിൽ 2 ഗവൺമെന്റ് കൺട്രോൾഡാണ്, കണ്ണൂരും കൊച്ചിയും. ഇതിനെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഏവിയേഷൻ രംഗത്തുള്ള വ്യോമയാന വികസന പദ്ധതിയാണ്. സമഗ്രമായ ഒരു വികസനത്തിന് വേണ്ടി ഫുൾ ഫ്ലൈറ്റ് സിമുലേറ്ററിലൂടെയുള്ള ആധുനികമായ പൈലറ്റ് പരിശീലനം, പൈലറ്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏവിയേഷൻ സ്റ്റാഫ് ട്രെയിനിംഗ് അടക്കം നടത്തുന്ന ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊച്ചി വിമാനത്താവളത്തിലെ 2ാം ഘട്ട റൺവേ നിർമ്മാണം, എയർപോർട്ടിന്റെ എക്കണോമിക് സോൺ, സാമ്പത്തിക മേഖലകൾ, സ്വതന്ത്ര വ്യാപാര ഗോഡൌൺ മേഖലകൾ. അത് ബാംഗ്ലൂർ എയർപോർട്ട് ഒരു എക്സാമ്പിളാണ്. ബാംഗ്ലൂർ കർണാടകത്തിന് GDPയിലേക്ക് 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അതുപോലെ സ്വതന്ത്ര വ്യാപാര ഗോഡൌൺ മേഖലകൾ, കണ്ണൂർ വിമാനത്താവളത്തിൽ റൺവേ, ടെർമിനൽ, ഏപ്രിൽ വികസനം, വിമാനങ്ങളുടെ പരിപാലനം, മെയിന്റനൻസ്, അറ്റകുറ്റപ്പണി, സമഗ്ര പരിശോധനയ്ക്കായി മെയിന്റനൻസ്, റിപ്പയർ ആൻഡ് ഓപ്പറേഷൻസ് കേന്ദ്രങ്ങൾ, ലോജിസ്റ്റിക്സ് പാർക്കുകൾ, പുതിയ വിമാന സർവീസുകൾക്ക് പിന്തുണ നൽകാൻ റൂട്ട് ഡെവലപ്മെന്റ് ആൻഡ് കണക്ടിവിറ്റി ഫണ്ട് അടക്കമുള്ള ഹ്രസ്വകാല ദീർഘകാല പദ്ധതികൾ. ഇത് ഏവിയേഷൻ എക്സ്പേർട്സ് ഇത് ഏവിയേഷൻ എക്സ്പേർട്ടുകൾ തയ്യാറാക്കിയ സമഗ്രമായ പദ്ധതികളാണ്. 27 പ്രോജക്ടുകൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. വലിയ മാറ്റം ആ രംഗത്ത് ഈ 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള
വലിയ പദ്ധതിയാണ് ഇത്. പിന്നെ MSME സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് 100 കോടിയിലധികം വാർഷിക വരുമാന ശേഷിയുള്ള ഒരു 10,000-ഓളം MSME സംരംഭങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ ആരംഭിക്കുന്നതിന് സഹായം നൽകുന്ന ഒരു സമഗ്രമായ പദ്ധതിക്കാണ് രൂപം നൽകുന്നത്. അത് ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ വേണ്ടി വരുന്നവർക്ക് 3 രീതിയിലുള്ള സഹായമാണ് ചെയ്യുന്നത്. ഒന്ന്, ചിലത് മാനേജ്മെന്റ് എക്സ്പേർട്സ് ആയിരിക്കും, പക്ഷെ അവർക്കൊരു ടെക്നിക്കൽ സൈഡ് ഉണ്ടാവില്ല, മോശമായിരിക്കും. അപ്പൊ ഗവൺമെന്റ് അവർക്ക് ടെക്നിക്കൽ മെന്ററിനെ പ്രൊവൈഡ് ചെയ്യും. ചിലത് ടെക്നിക്കലി എക്സ്പേർട്ട് ആയിരിക്കും, പക്ഷെ മാനേജ്മെന്റ്, ഫിനാൻസ് ഇതൊന്നും അവർക്ക് പ്രാപ്തി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മാനേജ്മെന്റ് മെന്ററിനെ കൊടുക്കും. ഇപ്പൊ മാനേജ്മെന്റ് മെന്റർ, ടെക്നോ മെന്റർ, പിന്നെ ഒരു വളരെ കുറഞ്ഞ പലിശയ്ക്ക് ഉള്ള റിവൈവൽ ഫണ്ട്, ഈ 3 കാര്യം കൊടുക്കും. ആദ്യ മാസം തന്നെ 1000 പ്രോജക്റ്റ് ഷോക്കേസ് ചെയ്യും. ഈ 1000 പ്രോജക്റ്റുകളിൽ നിന്ന് അവർക്ക് ചൂസ് ചെയ്യാം. അതിന് അവർക്ക് കൃത്യമായ ബിസിനസ് നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കും. അങ്ങനെ കേരളത്തിൽ ഒരു 10,000 സംരംഭങ്ങൾ തുടങ്ങി നമ്മുടെ ഇക്കോണമിയെ ഉത്തേജിപ്പിക്കുക, സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വിശദമായ ഒരു പ്രോജക്റ്റാണത്. പിന്നെ ഉള്ളത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെല്ലായിടത്തും ജോലിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക, തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുക വളരെ വേഗത്തിൽ. അത് നമ്മുടെ എല്ലാ ദിവസവും തന്നെ ഔട്ട്ഡേറ്റഡായി മാറിയിരിക്കുക. അത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അന്താരാഷ്ട്ര തൊഴിൽ മാർക്കറ്റിലെ ജോലിയുടെ സ്വഭാവം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോബൽ ജോബ് വാച്ച് ടവർ ഉണ്ടാക്കും. ഇന്ത്യക്കകത്തും പുറത്തുള്ള മലയാളികളായ എക്സ്പേർട്ടുകളെ വെച്ചുകൊണ്ടുള്ള വിവിധ സെക്ടറുകളിൽ ഉണ്ടാക്കും. അവർ സൂക്ഷ്മമായി ലോകത്തിലെ തൊഴിൽ മേഖല നിരീക്ഷിച്ചുകൊണ്ട് അതിന് അനുരോധമായി, അതിന് സമാന്തരമായി ഇവിടുത്തെ കരിക്കുലം റീസ്ട്രക്ചർ ചെയ്ത് അതിന് പാകത്തിലുള്ള കോഴ്സുകൾ ഉണ്ടാക്കും. സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടും, അവരെ റീസ്കിൽ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കും. ലോകത്ത് മാറുന്ന തൊഴിൽ മേഖല മാറുന്നതനുസരിച്ചുള്ള കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്നുള്ള ഒരു പുതിയ സങ്കല്പം കൊണ്ടുവരുന്നത്. അതുകൂടാതെ വയനാട് ജില്ലയിലെ മൊത്തത്തിലുള്ള കേരളത്തിലെ ആദിവാസി സമൂഹത്തിന്റെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ പുരോഗതിയെ ലക്ഷ്യമാക്കി ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റിയും നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ്. പിന്നീട് പ്രധാനപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് ഹൈലൈറ്റ്സും തരുന്നുണ്ട്, ഞങ്ങൾ ഇവിടുന്ന് കോപ്പിയും തരുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി, അത് ഇനി ബാക്കിയാണ് ഹൈലൈറ്റ്. ഞാൻ ഡ്രീം പ്രോജക്ട്സ് കഴിഞ്ഞിട്ട് ശേഷി നിയമനത്തിനായി നിശ്ചിത തസ്തികകൾ മാറ്റിവെച്ചിട്ടുള്ള എല്ലാ മാനേജ്മെന്റുകൾക്കും കീഴിലുള്ള എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് സത്വരമായി അംഗീകാരം കൊടുക്കുന്നതിനുള്ള നടപടികൾ ചെയ്യും. 17,000 അധ്യാപകര്, 17,000-നും 20,000-ത്തിലുള്ള ഇടയിലുള്ള അധ്യാപകർ ശമ്പളം കിട്ടാതെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായിട്ട്. അതിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കും. അതുപോലെ മത്സ്യബന്ധന ബോട്ടുകൾ, KSRTC, ഓട്ടോറിക്ഷ, ഉടമസ്ഥർ ഓടിക്കുന്ന ടാക്സികൾ എന്നിവയ്ക്ക് സംസ്ഥാന നികുതിയിൽ നിന്നും ഒരു ഫ്യൂവൽ സബ്സിഡി കൊടുക്കാനുള്ള ഒരു തീരുമാനം ഞങ്ങളിത് നേരത്തെ നിയമസഭയിൽ ആവശ്യപ്പെട്ടതാണ്. പിന്നെ ആശാ വർക്കർമാരുടെ ദിവസവേതനം കുറഞ്ഞത് 700 രൂപ, അംഗൻവാടി ജീവനക്കാർ, ആശാ വർക്കേഴ്സ്, സ്കൂൾ പാചക തൊഴിലാളികൾ അടക്കമുള്ള സ്കീം തൊഴിലാളികളുടെ വേതനം പരിഷ്കരിക്കും. ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ നടപടി വേഗത്തിൽ സ്വീകരിക്കും. സംസ്ഥാനത്ത് BPL കുടുംബങ്ങളിലെ രോഗികൾക്കുള്ള ഡയാലിസിസ് സൗജന്യമാക്കും. അർഹരായ കുട്ടികൾക്ക് ഇന്ത്യയിലും വിദേശത്തും പഠനത്തിന് KR നാരായണൻ സ്കോളർഷിപ്പ്, ലോൺ സ്കോളർഷിപ്പ് നൽകും. അതുപോലെ ക്ഷേമനിധി ബോർഡുകൾ തകർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇപ്പൊ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കിട്ടിയിട്ട് 20 മാസമായി. അപ്പോൾ ആ ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും അരിയേഴ്സ് സമയബന്ധിതമായി നൽകാനും നടപടിയെടുക്കും. കേരളത്തിലെ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ ചെലവിൽ വിവാഹം നടത്താൻ ആധുനിക സൗകര്യങ്ങളുള്ള സ്നേഹ സുമംഗലി വിവാഹ മണ്ഡപങ്ങൾ ഉണ്ടാക്കും. അതുപോലെ ആരോഗ്യ മേഖലയുടെ റിപ്പോർട്ട് നമ്മൾ നേരത്തെ അവതരിപ്പിച്ചതാണ്. എങ്കിലും അവർക്ക് ബെഡ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആശുപത്രിയിൽ എത്തുന്നവർക്ക് ബെഡ് ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു സംവിധാനം ചെയ്യും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്, ചികിത്സാ ചെലവ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള നമ്പർ 1 സംസ്ഥാനം കേരളമാണ്. 70% ആണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. അത് ഗണ്യമായി കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് നേരത്തെ പറഞ്ഞ ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും. സർക്കാർ ആശുപത്രികളിൽ
പ്രത്യേകിച്ച് ജെറിയാട്രിക് കെയർ യൂണിറ്റുകൾ പ്രായമുള്ളവർക്ക് അത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. സെക്കൻഡറി ലെവലിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യത്തിനായി ഷീ ഹോസ്പിറ്റൽസ്, വൃദ്ധ വനിതകൾക്ക് അംഗൻവാടിക്ക് സമാനമായി അമ്മവാടി പദ്ധതി, ആദിവാസി മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്ററുകൾ, തീരദേശ മേഖലയിൽ ട്രൈബൽ സെക്ടറിലും കോസ്റ്റൽ ഏരിയയിലുമാണ്. തീരദേശ മേഖലയിൽ കോസ്റ്റൽ കെയർ യൂണിറ്റുകൾ, ഹെൽത്ത്. പിന്നെ പോണ്ടിച്ചേരിയിലെ ജിപ്മർ മോഡലിൽ നോ ബിൽ രഹിത ആശുപത്രികൾ. ജിപ്മർ അങ്ങനെയാണ്, ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ജിപ്മർ ആ മോഡൽ. പിന്നെ മുൻ UDF സർക്കാർ ആരംഭിച്ച വയനാട്, തിരുവനന്തപുരം, കോന്നി, മഞ്ചേരി, ഇടുക്കി, പാലക്കാട്, കാസർഗോഡ്, കൊല്ലം മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. അടിസ്ഥാന സൌകര്യം, സ്റ്റാഫ്, ഉപകരണങ്ങൾ എല്ലാം ഉറപ്പുവരുത്തും. വിദേശ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ വന്ന് പഠിക്കാൻ അവസരം ഒരുക്കുന്ന സെമസ്റ്റർ ഇൻ കേരള പദ്ധതി. കാരണം പല രാജ്യങ്ങളിലും ഒരു സെമസ്റ്റർ പുറത്തുപോയി പഠിക്കാനുള്ള അവസരമുണ്ട്. അത് കേരളത്തിൽ വന്ന് പഠിക്കാൻ ലോകത്തെ വിവിധ യൂണിവേഴ്സിറ്റികളുമായി, ഈ സ്കീം നിലവിലുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് ഒരു സെമസ്റ്റർ ഇവിടെ വന്ന് പഠിക്കാനുള്ള ഒരു സൌകര്യം ഉണ്ടാക്കും. സ്റ്റുഡന്റ് മൊബിലിറ്റി ഉറപ്പുവരുത്താൻ സർവകലാശാലകൾക്കിടയിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഏർപ്പെടുത്തും. കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്റ്റുഡന്റ് ഡൈവേഴ്സിറ്റിക്ക് പ്രധാന പരിഗണന നൽകും. ക്യാമ്പസുകളിൽ റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിംഗ് തടയാനും വിദ്യാർത്ഥികളുടെ ക്ഷേമം ഉറപ്പുവരുത്താനും സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് നടപ്പാക്കും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം അമിത രാഷ്ട്രീയവൽക്കരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അക്കാഡമിക് കൌൺസിലിന്റെ എക്സിക്യൂട്ടീവ് ബോഡിയായി ഒരു അക്കാഡമിക് സിൻഡിക്കേറ്റ് ഉണ്ടാകും. അക്കാഡമിക് കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യും. ഇപ്പൊ യൂണിവേഴ്സിറ്റികളിലെ സിൻഡിക്കേറ്റിൽ നടക്കുന്നത് അക്കാഡമിക് കാര്യങ്ങൾ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ചർച്ചയും നടക്കുന്നത്. അപ്പൊ അക്കാഡമിക് കാര്യങ്ങൾ മാത്രം നടത്തി വളരെ റിസർച്ച് ഓറിയന്റഡ് ആക്കി ലോക നിലവാരമുള്ള കോഴ്സുകൾ ആരംഭിക്കാൻ ഉള്ള പാകത്തിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ മാറ്റുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. സർവകലാശാലകളിലെയും കോളേജുകളിലെയും സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്കെതിരായ ജാതീയമായ വിവേചനങ്ങളും പക്ഷപാതവും അവസാനിപ്പിക്കാൻ രോഹിത് വെമുല ആക്ട് കൊണ്ടുവരും. +1 സീറ്റ് പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും. എന്തെങ്കിലും അവിടെ സംസാരിക്കരുന്നേ, അവിടെ സംസാരിക്കല്ലേ, അവിടെയൊന്നും സംസാരിക്കല്ലേ, പുറത്തു. കേരളത്തിൽ കൂടുതൽ അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾക്ക് പ്രോത്സാഹനം നൽകാൻ നയരൂപീകരണം. ഇത്രയും വിദ്യാഭ്യാസവും ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് വലിയ അക്കാഡമിഷ്യൻസിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഡോക്ടേഴ്സിന്റെയും കോൺക്ലേവ് കൂടിയിട്ടുള്ള വളരെ വിശദമായ നിർദ്ദേശങ്ങളാണ്. ഞാനത് നേരത്തെ ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ PSC സംവിധാനം, PSCയെയും അതുപോലെ നമ്മുടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകൂത്തിയാക്കില്ല. എവിടെ വേക്കൻസി വന്നാലും 24 മണിക്കൂറിൽ അത് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അച്ചടക്ക നടപടി സ്വീകരിക്കും. വേക്കൻസി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ അഡ്വൈസ്മെന്റ് വായിക്കാനുള്ള സംവിധാനം, അതിനൊരു നിശ്ചിതമായ ഒരു അക്കൌണ്ടബിലിറ്റി ഉണ്ടാക്കും. അതുപോലെ സംസ്ഥാനത്തെ മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കും. മയക്കുമരുന്നിന്റെ ഉത്ഭവ, വിപണന, വിതരണ ശൃംഖല കണ്ടെത്തി സമൂലമായി ഇല്ലാതാക്കാൻ ബ്രേക്ക് ദ ഡ്രഗ് ചെയിൻ, അതാണ് ഇപ്പൊ ചെയ്യാത്ത ആളാണ്. ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നത് വലിക്കുന്നവരെ മാത്രമാണ് അറസ്റ്റ് ചെയ്യുന്നത്. 3 മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തി ജാമ്യത്തിൽ വിട്, അവർ പുറത്തുപോയി അത്ര നേരം വലിക്കാത്തത് വലിക്കുകയും ചെയ്യാം. ഇതിന്റെ പ്രഭവ കേന്ദ്രങ്ങളെ അന്വേഷിക്കുന്നില്ല, സോഴ്സ് അന്വേഷിക്കുന്നില്ല. അപ്പൊ നമ്മുടെ പരിപാടി ബ്രേക്ക് ദ ഡ്രഗ് ചെയിനാണ്. ഭയങ്കരമായ വിപണന സംഘടനയാണ്, അത് പൊളിച്ചടുക്കും. അതാണ് നമ്മുടെ പ്രഖ്യാപനം. മയക്കുമരുന്ന് മുക്ത സംസ്ഥാനമാക്കും. സ്ത്രീകൾക്ക് ജോലിസ്ഥലങ്ങളിൽ തുല്യ വേതനം കിട്ടാനൊക്കെയുള്ള നടപടി സ്വീകരിക്കും. 5 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് വീട് നൽകും. ഭവന പദ്ധതികളുടെ തുക വർദ്ധിപ്പിക്കും. SC/ST വിഭാഗങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ഭവന പദ്ധതികൾ നടപ്പിലാക്കും. അത് ലൈഫിൽപ്പെടുത്തിയതുകൊണ്ട് അവരോടുള്ള ഭയങ്കരമായ അവഗണനയായിരുന്നു ഈ ലൈഫ് പദ്ധതിയുടെ കാലഘട്ടത്തിൽ മുഴുവൻ. അത് ഞങ്ങൾ പരിശോധിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിച്ച് നടപ്പാണ്. ബജറ്റിന്റെ കൂടെ സ്പെഷ്യലായിട്ടുള്ളൊരു കാർഷിക ബജറ്റ് കർഷകരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതാണ്. റബ്ബറിന് 300 രൂപ താങ്ങുവിലയാണ്. സിയാൽ മോഡൽ റബ്ബർ കമ്പനികൾ ആരംഭിക്കും. അതുപോലെ കാർഷിക വിളകളുടെ താങ്ങുവില നിശ്ചയിച്ച സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും. അതായത് പറഞ്ഞിരിക്കുന്നത്, സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ +50%.
ഉൽപ്പാദിപ്പിക്കാൻ കർഷകനുണ്ടായ ചെലവ് 50% കൂടി ചേർത്തിട്ടാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് നിശ്ചയിക്കുന്നത്. അങ്ങനെ ചെയ്യും. നാണ്യവിളകളെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും. കുടിയേറ്റ കർഷകർ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും സമയബന്ധിതമായി പരിഹരിക്കും. ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി വിവിധ കോടതികളിൽ നിലനിൽക്കുന്ന കേസുകൾ കർഷക താൽപര്യം സംരക്ഷിച്ച് സമയബന്ധിതമായി തീർക്കും. വന്യമൃഗങ്ങളുടെ കാടിറക്കം സംബന്ധിച്ച് യഥാസമയം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ഡ്രോൺ, നിർമ്മിത ബുദ്ധി, IoT അടക്കമുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള നിരീക്ഷണ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ പരമ്പരാഗത സംവിധാനങ്ങളെയും ആധുനിക സംവിധാനങ്ങളെയും സമന്വയിപ്പിച്ച് ഈ വന്യജീവി ആക്രമണം തടയാനുള്ള നടപടികൾ സ്വീകരിക്കും. ഭൂ ഉടമകളുടെ ഭൂമിയിൽ കടന്നു കയറുന്ന കാട്ടുമൃഗങ്ങളെ നേരിടുന്നതിന് ഭൂ ഉടമകൾക്ക് അധികാരം നൽകുന്ന നടപടികൾ സ്വീകരിക്കും. അതുപോലെ തന്നെ ഈ തീരപ്രദേശത്തെ ജനങ്ങളുടെ ദുരിതമാണ് ജീവിതം. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കും. മത്സ്യബന്ധന അവകാശം മത്സ്യത്തൊഴിലാളികൾക്കായി നിജപ്പെടുത്തും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി നൽകി വരുന്ന SCP TSP മാതൃകയിൽ ഒരു ഫിഷറീസ് സബ് പ്ലാനിന്റെ കൂടെ നടപ്പാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ഡീസൽ, പെട്രോൾ സബ്സിഡി ലഭ്യമാക്കും. മണ്ണെണ്ണ സബ്സിഡി വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കും. 40 രൂപ മണ്ണെണ്ണയ്ക്ക് ഉണ്ടായിരുന്ന സമയത്താണ് ഉമ്മൻചാണ്ടി സർക്കാർ 25 രൂപ സബ്സിഡി കൊടുത്തത്. ഇപ്പൊ 110 രൂപയാണ് മണ്ണെണ്ണയ്ക്ക്, അപ്പോഴും 25 രൂപയാണ്, അതുപോലും കൊടുക്കുന്നില്ല. പിന്നെ വനാവകാശ നിയമം PSA നിയമം പൂർണ്ണമായും നടപ്പാക്കും. ഏകദേശം 5.5 ലക്ഷത്തോളം ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് നിയമനിർമ്മാണം നടത്തി നിയമാനുസൃതമായി ദളിത്, ആദിവാസി വിഭാഗങ്ങൾക്കും മറ്റർഹരായ ഭൂരഹിതർക്കും നൽകും. ഭൂരഹിതരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഭൂമി വാങ്ങി നൽകുന്ന പദ്ധതി പുനഃസ്ഥാപിക്കും. SC/ST വിദ്യാർത്ഥികൾക്ക് ഗ്രാന്റ് അടക്കമുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് സമയബന്ധിതമായി വിതരണം ഉറപ്പാക്കും. ഇപ്പൊ ഗ്രാന്റ് സമയത്ത് കിട്ടുന്നില്ല. അതുപോലെ SC/ST വിഭാഗങ്ങൾക്ക് ബജറ്റിൽ വകയിരുത്തിയ തുക കൃത്യമായി വിനിയോഗിക്കുന്നുണ്ടെന്നും പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നുവെന്നും ഉറപ്പുവരുത്തുന്ന ഒരു പെർഫോമൻസ് ഓഡിറ്റ് അതിനുവേണ്ടിയിട്ടൊരു നിയമം കൊണ്ടുവരും. SC/ST വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം കുറയുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഒരു 3 വർഷം കൂടുമ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊണ്ടുവരും. പ്രാതിനിധ്യം കുറവുണ്ടെങ്കിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് കൊണ്ടുവന്ന് അത് നടപ്പാക്കും. സംവരണം ഒരു വിട്ടുവീഴ്ചയും സംവരണ കാര്യത്തിൽ ചെയ്യില്ല. ഭിന്നശേഷി ക്ഷേമത്തിനായി ഭിന്നശേഷി വകുപ്പ് രൂപീകരിക്കും. പിന്നെ നമ്മുടെ ഒരു പ്രോസസ് ഇതിന് ഇത്തരം പദ്ധതികൾ നടപ്പാക്കാൻ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ഞങ്ങളുടെ പ്ലാൻ. കേരളത്തിലെ സെക്രട്ടേറിയറ്റിനെ ഇന്ത്യയിലെ നമ്പർ 1 സെക്രട്ടേറിയറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കും. ഗവേണൻസ്, അതായത് അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. ഒരു കാര്യം നിർദ്ദേശിച്ചാൽ 6 മാസത്തിനകം ചെയ്യണം എന്ന് പറഞ്ഞ് 6 കൊല്ലം കഴിഞ്ഞാലേ ചെയ്യുള്ളൂ പലതും. 6 മാസത്തിനകം ചെയ്തില്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അഴിമതി ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷൻ. പിന്നെ ടൂറിസത്തെ മുൻഗണന മേഖലയാക്കി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. വ്യവസായങ്ങൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്ക് ലഭ്യമാക്കാൻ ടൂറിസത്തെ ഇൻഡസ്ട്രിയായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. സംസ്ഥാന പദ്ധതി അടങ്കലിൽ ഒരു നിശ്ചിത ശതമാനം വകയിരുത്തി ആർട്ടിസാൻ സബ് പ്ലാൻ നടപ്പിലാക്കും. പിന്നെ പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും കൂടുതൽ സ്ത്രീ തൊഴിലാളികളുള്ള മേഖലയാണ് പരമ്പരാഗത വ്യവസായങ്ങൾ. അത് സംരക്ഷിക്കുന്നതിനുള്ള അവർക്ക് സുസ്ഥിരമായ വരുമാനം ഉറപ്പാക്കാൻ ഉള്ള സഹായം ചെയ്യും. പിന്നെ ഇന്ത്യൻ പാചക കലയുടെയും കേരളത്തിന്റെ പാചകത്തിന്റെയും വൈവിധ്യവും രുചിയും ലോകത്തിന്റെ മുന്നിൽ എത്തിക്കുകയും കേരളത്തെ ആഗോള ഭക്ഷ്യ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്യുന്നതിനായി വിശാലമായ ഒരു ക്യാമ്പസിൽ ഒരു പാചക ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകും. ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പാചക ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് നമ്മുടെ ടൂറിസത്തിന്റെ പാർട്ടായിട്ട് അങ്ങനെ മാറ്റും. ടൂറിസം എന്ന് പറയുന്നത് കൾച്ചറാണ്. ഭക്ഷണവും ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ വൈവിധ്യമാർന്ന ഭക്ഷണ രീതികൾ ലോകത്തിന്റെ മുന്നിൽ ഷോക്കേസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പിന്നെ നമ്മൾ സിൽവർ ലൈനിനെ എതിർത്താണ്. കേരളത്തിൽ ഇന്ത്യൻ റെയിൽവേയുമായി ചേർന്ന് റെയിൽവേ ഹൈസ്പീഡ് കോറിഡോർ, അത് പാരിസ്ഥിതികമായി ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത, സാമ്പത്തികമായി വലിയ ബാധ്യത വരുത്തിവെക്കാത്ത ഒരു ഹൈസ്പീഡ് കോറിഡോർ, റെയിൽവേ കോറിഡോർ തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മെട്രോ, ലൈറ്റ് മെട്രോ റെയിൽ പദ്ധതി നടപ്പാക്കും. പിന്നെ സ്പോർട്സാണ്. കായിക രംഗത്ത് പ്രത്യേക കഴിവുകളുള്ള കുട്ടികളെ കണ്ടെത്തി 2036 ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പ്രാപ്തിയുള്ള കായിക താരങ്ങളെ വാർത്തെടുക്കാനുള്ള വിഷൻ 2036 നടപ്പാക്കും.
ദേവസ്വം ബോർഡുകളുടെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കുന്നതിനും അഴിമതി മുക്തമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാകാനുള്ള പരിധി എടുത്തുമാറ്റാനും 60 വയസ്സ് കഴിഞ്ഞവർക്ക് ആനുകൂല്യങ്ങൾ നൽകാനും നടപടി സ്വീകരിക്കും. പിന്നെ സർക്കാർ ജീവനക്കാർക്ക് ഒരു പുതിയ പെൻഷൻ പദ്ധതി ആവിഷ്കരിക്കും. ജീവനക്കാർക്ക് അനുകൂലമായ രീതിയിൽ അത് പരിഷ്കരിക്കും. ജീവനക്കാർക്ക് പെൻഷൻകാർ അധ്യാപകർ അവരുടെ DA DR കുടിശ്ശിക തീർക്കും. ലീവ് സറണ്ടർ കൊടുക്കും. ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന ചികിത്സാ പദ്ധതി മെഡിസപ്പ് തികഞ്ഞ പരാജയമാണ്. അത് നവീകരിക്കും, പുതിയ പദ്ധതിയാക്കി അതിനെ മാറ്റും. ഇത്തരമാണ് ഹൈലൈറ്റ്സ് ആയിട്ട് പറയുന്നത്. ബാക്കിയുള്ള വിവിധ വകുപ്പുകളെ സംബന്ധിച്ച വളരെ വിശദമായിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള റിപ്പോർട്ട് ആണ്. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള നിരവധി മേഖലകളെ സംബന്ധിച്ചുള്ള വളരെ വിശദമായ ഒരു പഠനം നടത്തിയിട്ടാണ് ഇത് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ മാനിഫെസ്റ്റോ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ബെന്നി ബഹനാനെയും അദ്ദേഹത്തിന്റെ അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായി കാര്യത്തിൽ അഭിനന്ദിക്കുന്നു. അവര് വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് മണിക്കൂറുകളോളം പല ദിവസങ്ങളും ഇരുന്ന് ഗ്രഹപാഠം ചെയ്തിട്ടാണ്. ബാക്കിയുള്ള ഒരു ടീം 2 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ടുകൾ കൂടി സമാഹരിച്ചിട്ടാണ് ഒരു കാലത്തും ചെയ്യാത്ത തരത്തിലുള്ള അതെല്ലാം ക്രോഡീകരിച്ചത് കമ്പൈൽ ചെയ്ത് ഉള്ള ശ്രമകരമായ ഒരു ദൌത്യം ഏറ്റവും ഭംഗിയായി പൂർത്തിയാക്കിയതിന് ആ മാനിഫെസ്റ്റോ കമ്മിറ്റി അംഗങ്ങളെ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. ശ്രീ രേവന്ത് റെഡ്ഡിയുടെ സാന്നിധ്യം, അദ്ദേഹം ഇതുപോലെ ഗ്യാരണ്ടി നേരത്തെ പ്രഖ്യാപിക്കുകയും ആ ഗ്യാരണ്ടി അധികാരത്തിൽ വന്ന് 100 ദിവസത്തിനുള്ളിൽ നടപ്പാക്കുകയും ചെയ്ത ഒരാളാണ്. അത് തന്നെ ഒരു ഗ്യാരണ്ടിയാണ്. ശ്രീ രേവന്ത് റെഡ്ഡി ഹിംസെൽഫ് ഈസ് എ ഗ്യാരണ്ടി. അപ്പൊ നമ്മൾ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവിടെ വലിയ ചർച്ച വന്നു. ഈസ് ഇറ്റ് ഫീസിബിൾ? അത് വയബിൾ ആണോ? അത് ചെയ്യാൻ പറ്റുമോ? കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമല്ലേ? അവിടുത്തെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങളെ എല്ലാത്തിനും ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട്. സാമ്പത്തിക സ്ഥിതി നന്നാക്കാൻ വേണ്ടി നല്ല മികച്ച ഫിനാൻസ് മാനേജ്മെന്റ് ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ പ്ലാൻഡ് ആയിട്ടില്ല, ആസൂത്രണ മികവാർന്ന നികുതി ഭരണം കൊണ്ടുവരും. ഞങ്ങൾ ഖജനാവിന്റെ ചോർച്ചയടക്കാൻ കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ സ്വീകരിക്കും. എക്കോണമി സ്റ്റിമുലേറ്റ് ചെയ്യാൻ, ഉത്തേജിപ്പിക്കാനുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കും. ഖജനാവ് നിറയ്ക്കുക തന്നെ ചെയ്യും UDF. ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്താൻ കഴിയും എന്ന് ഞങ്ങൾ ഈ കർണാടക മോഡലും തെലങ്കാന മോഡലും നന്നായി സ്റ്റഡി ചെയ്തിട്ടാണ് UDFന്റെ ടീം രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഈ ഗ്യാരണ്ടി സ്കീം ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക പ്രയാസങ്ങളും ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ അടുത്ത സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് ഇവർ പോകുന്നത്. അതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഉറപ്പായി ചെയ്യും. അപ്പോ ഒരു വിപുലമായ പദ്ധതികൾ, സംസ്ഥാനത്തിന്റെ ഭാവിയെ തന്നെ മാറ്റുന്ന പദ്ധതികൾ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു ഹെൽത്ത് കേരള ഈസ് ഇൻ വെന്റിലേറ്റർ. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ആ ആരോഗ്യ കേരളത്തെ ആരോഗ്യവതിയാക്കി നടത്താനുള്ള ആരോഗ്യരേഖയാണ്. ഞങ്ങൾ പറഞ്ഞു ബ്രെയിൻ ഡ്രെയിൻ ഈസ് ഹാപ്പനിങ് വിത്തിൻ 5 years കേരള വിൽ ബി ആൻ ഓൾഡ് ഏജ് ഹോം. ഞങ്ങളുടെ നെറേറ്റീവാണ്. ആവില്ല. ഇനി UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇവിടെ പഠിക്കുകയും ഇവിടെ ജോലി ചെയ്യുകയും ഇവിടെ സംരംഭങ്ങൾ തുടങ്ങുകയും ചെയ്യുന്ന പരിപാടികളാണ്. അപ്പൊ ഇത് കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റോയാണ്. ചേഞ്ച്, മാറ്റം, അത് കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഒരു സംശയവും വേണ്ട. നമ്മുടെ കേരളം നമ്മുടെ രാജ്യത്തെ മറ്റൊരു മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നതെങ്കിലും രാജ്യത്തെ 1ാമത്തെ സംസ്ഥാനമാക്കി മാറ്റാനുള്ള വിശദമായ പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. ഈ പ്രകടന പത്രിക ജനങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ പ്രകടന പത്രിക നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് രൂപീകരിച്ചാൽ ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ പ്രകടന പത്രിക സമയബന്ധിതമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിന്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റ് കൂടി, ആ ഒരു സംവിധാനം കൂടി ഉണ്ടാവും. അവര് എല്ലാ 2 മാസം കൂടുമ്പോഴും അത് വിലയിരുത്തി അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. നമുക്ക് നമ്മുടെ നാട്ടിൽ മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് ക്രെഡിബിലിറ്റി ഇല്ലാത്ത, വിശ്വാസ്യതയില്ലാത്ത ഒരു സാധനമായി മാറിയിട്ടുണ്ട്. ഈ UDF അധികാരത്തിൽ വന്നാൽ 5 വർഷം കഴിയുമ്പോൾ ഇന്ത്യയിൽ എല്ലായിടത്തും മാനിഫെസ്റ്റോയ്ക്ക് ക്രെഡിബിലിറ്റി വർദ്ധിക്കും. ഉറപ്പായിട്ട് ഈ പദ്ധതികൾ നടപ്പാക്കുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെറിയൊരു അവതരണത്തോടു കൂടിയാണ് പ്രകടനത്തെ അവതരിപ്പിച്ചത്. പ്രകടന പത്രികയുടെ കോപ്പി
ബഹുമാനപ്പെട്ട ഇവിടെ വന്നിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് നൽകുന്നതാണ്. ഞാൻ വേറെ ചോദ്യങ്ങളുണ്ടെങ്കിൽ പത്രക്കാർക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ ഇത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അതിന് നിങ്ങൾക്ക് വിശദീകരണം തരും. അതിനുശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം അവർ ഞങ്ങളുടെ റെഡി സംസാരിക്കും. അങ്ങനെ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്കൊരു ഇതുണ്ടാവും. കാരണം ഞാൻ പറയല്ലോ, ഗവൺമെന്റിനെ ഞങ്ങൾ രൂക്ഷമായി വിമർശിക്കുകയും ഗവൺമെന്റിന്റെ തെറ്റുകൾ വിമർശിക്കുകയും ചെയ്തപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വന്നു. നിങ്ങൾ വന്നാലോ ഇത് പരിഹരിക്കപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം വന്നു. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാനുള്ള ബാധ്യത UDF-നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 2 വർഷം മുമ്പേ ഈ പ്രോസസ്സ് തുടങ്ങി. ഞാൻ പറഞ്ഞില്ല, ഹെൽത്ത് കേരള വെന്റിലേറ്ററിലാണെന്ന് ഞങ്ങൾ പറഞ്ഞ ഉടനെ ഞങ്ങൾ ഹെൽത്ത് കമ്മീഷൻ ഉണ്ടാക്കി. പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകളെ വെച്ചിട്ട് 300 ഡോക്ടർമാർ ഇന്ത്യക്കകത്തും പുറത്തും ഉള്ളവരുടെ കോൺക്ലേവ് നടത്തി. അവർ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഡോക്യുമെന്റാണ്. കേരളത്തിലെ പ്രശസ്തരായ ഡോക്ടർമാരെ പരിശോധിച്ചിട്ടുള്ളൊരു ഡോക്യുമെന്റാണ്. അങ്ങനെയാണ് എല്ലാ സെക്ടറിലും ചെയ്തത്. എഡ്യൂക്കേഷൻ സെക്ടറിൽ അങ്ങനെ ചെയ്തു. ഞങ്ങളുടെ എഡ്യൂക്കേഷൻ കോൺക്ലേവിൽ 8 മുൻ വൈസ് ചാൻസലർമാർ പങ്കെടുത്തു. ഒരുപാട് അക്കാഡമീഷ്യൻസ് പങ്കെടുത്തു. നമ്മുടെ അച്യുത് ശങ്കർ സാറിന്റെ നേതൃത്വത്തിലാണ് എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തിയത്. ഡോക്ടർ SS ലാൽ UN-ലെ പബ്ലിക് എക്സ്പേർട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഹെൽത്ത് കമ്മീഷൻ ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ കോസ്റ്റൽ പ്രോജക്ട് നടപ്പാക്കാൻ മാരിടൈം എക്സ്പേർട്സ്, ഷിപ്പിംഗ് എക്സ്പേർട്സ്, അങ്ങനെ എല്ലാവരും ഇരുത്തിയിട്ടാണ് ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് നടത്തിയിട്ടാണ് ഈ MSMEകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. കാർഷിക മേഖലയിൽ ഞങ്ങൾ നല്ല വർക്ക് നടത്തി. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാഞ്ഞിട്ടാണ്. കാർഷിക മേഖലയിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തും. കാരണം ഈ പ്ലാന്റേഷൻസ് ഒക്കെ പൂട്ടിക്കിടക്കുന്നത് പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്, അവിടെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ഉണ്ട്, അതെല്ലാം ഇവിടെ ഉണ്ടാകും. അവക്കാഡോ, റംബുട്ടാൻ തുടങ്ങിയ സാധനങ്ങൾ. അപ്പൊ പൂട്ടിക്കിടക്കുന്ന പ്ലാന്റേഷനുകളെ സജീവമാക്കാൻ ഈ ലാൻഡ് റീഫോംസ് ആക്ടിൽ ചില ഭേദഗതികൾ വരുത്തി അതിന്, കാരണം ലയങ്ങളിലെ പാവങ്ങൾ പട്ടിണിയിലും കൂടിയാണ്, തൊഴിലാളികൾക്കും ഒന്ന് ജോലി കിട്ടാനും ഈ പ്ലാന്റേഷൻസ് ഒക്കെ സജീവമാകാനും വേണ്ടിയിട്ടുള്ള സ്കീംസ് ഉണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇത്. ഈ മാനിഫെസ്റ്റോയുടെ പ്രത്യേകത, ഇതൊരു പെരിഫറൽ, ഉപരിതല സ്പർശിയായിട്ടുള്ള പ്രഖ്യാപനങ്ങളല്ല. എല്ലാത്തിന്റെയും പുറകിൽ നല്ലൊരു പഠനം നടന്നിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ അത് പറ്റി. അതാണ് ഞാൻ ഏറ്റവും ലാസ്റ്റ് സെന്റൻസ് പറഞ്ഞത്. സാമ്പത്തികം ഉണ്ടാക്കണം. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഞാൻ പറഞ്ഞുതരാം. വാറ്റിൽ നിന്ന് GST-യിലേക്ക് മാറി. GST എന്ന് പറയുന്ന കൺസ്യൂമർ പോയിന്റിലാണ് ടാക്സ്, അല്ലേ? കൺസ്യൂമർ പോയിന്റിലാണ് ടാക്സ്. കേരളമാണ് ഇന്ത്യയിലെ നമ്പർ 1 കൺസ്യൂമർ സ്റ്റേറ്റ്. കേരള വുഡ് ഹാവ് ബീൻ ദ നമ്പർ 1 ബെനഫിഷ്യറി ഇൻ ദി GST. ശരിക്കും നമ്മളായിരുന്നേനെ ഏറ്റവും കൂടുതൽ. ഇത് അവതരിപ്പിച്ചപ്പോൾ തോമസ് ഐസക് ഇതിനെ സപ്പോർട്ട് ചെയ്താണ് GST, ധനകാര്യമന്ത്രി. എന്നിട്ട് ഒരു 30% ടാക്സ് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ ഗവൺമെന്റ് ഫെയിൽ ചെയ്തു. എവിടെ ഫെയിൽ ചെയ്തത്? ടാക്സ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം റീസ്ട്രക്ചർ ചെയ്തില്ല. ഇന്ത്യയിലെ 90% സ്റ്റേറ്റുകളും ചെയ്തു. തെലങ്കാന ഈസ് ഗെറ്റിംഗ് മോർ ദാൻ ടാക്സ്. കേരള, മോർ ദാൻ കേരള, ദേ ആർ ഗെറ്റിംഗ് മോർ ടാക്സ് ദാൻ കേരള. അതെന്തുകൊണ്ട്? അവര് റീസ്ട്രക്ചർ ചെയ്തു ടാക്സ് അഡ്മിനിസ്ട്രേഷൻ. നമ്മളിപ്പോഴും വാറ്റിന്റെ സിസ്റ്റമാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഒരു കൊല്ലം കഴിയുമ്പോൾ ഇപ്പോഴുള്ള ടാക്സിന്റെ കാട്ടിലും ഒരു 30 മുതൽ 35% വരെ ടാക്സ് ഗ്രോത്ത് കേരളത്തിലുണ്ടാവും. ഖജനാവിന്റെ ലീക്കേജ് അടയ്ക്കും. പിന്നെ ഈ പദ്ധതികൾ കൊണ്ടുവന്ന് എപ്പോഴും നമ്മൾ ഇക്കോണമിയെ ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് മണി സർക്കുലേഷൻ നടക്കുന്നത്, അപ്പോഴാണ് ഖജനാവിൽ പണം ഉണ്ടാകുന്നത്. മാത്രമല്ല, കേരളത്തിൽ നടക്കുന്നത് എന്താ? ഷെയ്ഡി ബിസിനസ്സാണ് നടക്കുന്നത്. GST കിട്ടാതെ, ക്യാമറ ഇല്ലാതെ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. വിൽക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ വരുമാനം കുറയുന്നു. എല്ലാ ഉൽപ്പന്നങ്ങളും വിൽക്കുകയാണ്. മാത്രമല്ല, ജെനുവിൻ ടാക്സ് പെയർ കൂട്ടിപ്പോവാണ്. ഒരു കടയിൽ തുറന്നു വെച്ച് ഒരാള് കച്ചവടം നടത്തി ടാക്സും കൊടുത്ത് LCT ചാർജും കൊടുത്ത് ആളുകളെ എംപ്ലോയീസ് ആയിട്ട് വെച്ച് നിൽക്കുന്ന ഒരാൾ കൂട്ടിപ്പോവാണ്. ഒരാളല്ല, അനവധി ആളുകൾ. എത്ര കടകൾ കൂട്ടിപ്പോയി? അതെല്ലാം ഈ ഷെയ്ഡി ബിസിനസ് കേരളത്തിൽ നടക്കുകയാണ്. സ്വർണത്തിൽ ഷെയ്ഡി ബിസിനസ് നടക്കുകയാണ്. 4000 രൂപ ഒരു പവന് വിലയുണ്ടായിരുന്ന സമയത്ത് 500 കോടി രൂപയുടെ ടാക്സാണ് കിട്ടിയിരുന്നത്. ആണോ? ഇപ്പോ 1 ലക്ഷം രൂപയിൽ കൂടുതലായി സ്വർണത്തിന്റെ വില. അപ്പൊ 25 ഇരട്ടി ടാക്സ് കിട്ടണമായിരുന്നു. 500 കോടിയുടെ 25 ഇരട്ടി കിട്ടണമായിരുന്നു. ഇപ്പോഴും 500 കോടിയാണ് കിട്ടുന്നത്. എവിടെ പോകുന്നു ടാക്സ്? അപ്പൊ ഞങ്ങൾ അതാണ് പറഞ്ഞത്, ഖജനാവിന്റെ ഞങ്ങൾക്കറിയാം എവിടെയൊക്കെയാണ് ലീക്കേജ് എന്ന്. ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് നന്നായിട്ട്. ആ ലീക്കേജ് ഞങ്ങൾ അടയ്ക്കും.
സ്വർണത്തിന്റെ ടാക്സ് ഒക്കെ കൂട്ടുന്നു നോക്കിയോ. 1 ലക്ഷം രൂപയായിട്ട് സ്വർണത്തിന്റെ വിൽപ്പന കുറഞ്ഞിട്ടില്ല, എന്നിട്ടും ടാക്സ് കിട്ടുന്നില്ല. ഏത് വികസനമാണ് ചർച്ച ചെയ്യേണ്ടത്? ഞങ്ങൾ ചർച്ച ചെയ്തു. മുഖ്യമന്ത്രി അതല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. വികസനം എന്താ അവര് പറയുന്നത്? ഒന്നാമത് വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവന്നു. വിഴിഞ്ഞം തുറമുഖം ഞങ്ങളുടെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നത്, UDF സർക്കാർ കൊണ്ടുവന്ന സമയത്ത് എന്താ പറഞ്ഞത്? അത് 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്ന് പറഞ്ഞു. ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ എന്താ പറഞ്ഞത്? കടൽ കൊള്ളയാണെന്ന് പറഞ്ഞു. ഇപ്പൊ അത് നടപ്പാക്കി കഴിഞ്ഞപ്പോ ഇത് എന്റെയാണെന്ന് പറയാണ് പിണറായി വിജയൻ. അത് ഞങ്ങളുടെയാണ്, എല്ലാവർക്കും അറിയാം കേരളത്തിൽ. പിന്നെ ഗെയിൽ പൈപ്പ് ലൈൻ രണ്ടാമത് കൊണ്ടുവന്നു. ഉമ്മൻചാണ്ടി സാർ ഇരുന്നപ്പോഴും ആ ഗവൺമെന്റ് ഗെയിൽ പൈപ്പ് ലൈൻ ഇടുന്നുണ്ട്. അന്ന് അത് ഭൂമിക്ക് അടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണെന്ന് സമരം നടത്തി പ്രസംഗിച്ച ആൾ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയാണ് ഈ മന്ത്രിസഭയിൽ. അപ്പൊ പിന്നെ അവര് തിരുവനന്തപുരത്ത് മെട്രോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു, കോഴിക്കോട് മെട്രോ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. കൊണ്ടുവന്നില്ലല്ലോ. കൊച്ചിയിൽ ഞങ്ങളല്ലേ മെട്രോ കൊണ്ടുവന്നത്. 10 കൊല്ലം ഭരിച്ചിട്ട് അവർക്ക് മെട്രോ കൊണ്ടുവരാൻ പറ്റുമോ? നിങ്ങൾ കൊച്ചിയിൽ നിന്നല്ലേ സംസാരിക്കുന്നത്? ഗോശ്രീ ഡെവലപ്മെന്റ് അതോറിറ്റി UDF കാലത്ത് രൂപീകരിച്ചതാണ്. ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എത്രയോ മീറ്റിങ്ങുകൾക്കാണ് വന്നത്. അതിന്റെ ചെയർമാൻ പിണറായി വിജയൻ എത്ര മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ പരിപാടികൾ മുഴുവൻ, പദ്ധതികൾ മുഴുവൻ കുറവായി. ജിഡയുടെ എന്ത് വികസനമാണ്, ഏത് വികസനമാണ് നടത്തിയിട്ടുള്ളത്? ഹൈവേ വികസനം നടത്താൻ തന്നെ കാര്യം നമ്മള് ലാൻഡ് അക്വിസിഷൻ ആക്ടിൽ ഭേദഗതി കൊണ്ടുവന്ന് ഈ പൈസ കിട്ടിയിട്ടാണ്. പണ്ട് 23,000 രൂപ 1 സെന്റിൽ കിട്ടിയെടുത്ത് ഇപ്പൊ 8 ലക്ഷം 10 ലക്ഷം കിട്ടി. അതുകൊണ്ടാണ് ആളുകൾ അനുവദിച്ചത്. അതല്ലാതെ വേറെ ഒരു പരിപാടി നടത്തിയിട്ടില്ല. അല്ല, ബാറുകൾ അടയ്ക്കുന്ന നടപടിയൊന്നുമല്ല എടുക്കുന്നത്. പക്ഷേ ഇത് നിയന്ത്രിക്കും. ഒരു നിയന്ത്രണവും ഇല്ലാതെ ബാർ കൊടുക്കുകയാണ്. 2016 LDF സർക്കാർ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു മദ്യം കുറച്ച് കൊണ്ടുവരുമെന്ന്. ലഭ്യത കുറച്ച് കൊണ്ടുവന്നിട്ട് 29 ബാർ ഉണ്ടായിരുന്നത് 1000 ബാറായി. കുറച്ച് കൊണ്ടുവന്നാണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. 1000 ബാറായി, 29 ബാർ ഉണ്ടായിരുന്നു. അതിനൊക്കെ ആവശ്യമായ നിയന്ത്രണങ്ങൾ, അല്ലാതെ അനാവശ്യമായ നിയന്ത്രണങ്ങളല്ല. നമുക്ക് കേരളം ഒരു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിലേക്ക് പോകണം. ഇപ്പൊ നമ്മൾ ബാറ് കൂട്ടാൻ പെട്ടെന്ന് സ്വീകരിച്ചാൽ ഡ്രഗ്സിലേക്ക് പോകും കേരളം വീണ്ടും. അപ്പൊ അതൊക്കെ വളരെ സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്, സോഷ്യൽ ഈവിൾസ് ആണ്. വളരെ സൂക്ഷ്മമായി സ്റ്റഡി ചെയ്തിട്ടാണ്. മദ്യം ഒരു സ്ഥലത്തും കിട്ടുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? എല്ലാവരും ഡ്രഗ്സിലേക്ക് പോകും. ഡ്രഗ്സിലേക്ക് പോയാൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ചില സാമൂഹ്യമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ചിട്ടുള്ള ഫലപ്രദമായ ഒരു മദ്യനയം ഉണ്ടാവും. എല്ലാവരും കുടിപ്പിച്ച് കിടത്താനുള്ള മദ്യനയം ആയിരിക്കില്ല. 25 ലക്ഷത്തിന്റെ സൗജന്യ ആരോഗ്യ പദ്ധതി എന്ന് പറയുമ്പോൾ അല്ല, അത് ഞങ്ങളത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് ഗവൺമെന്റ് വളരെ ഫലപ്രദമായി നടപ്പാക്കിയ ഒരു സിസ്റ്റമാണ്. നമ്മുടെ ഉദ്ദേശം തന്നെ 70% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ഉള്ളത് നമുക്ക് അത് ഒരു 1/3 കുറയ്ക്കണം കേരളത്തിൽ. അപ്പൊ തമിഴ്നാട്ടിൽ 5 വർഷം മുമ്പ് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ 64% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. ഇപ്പൊ ഒരു 32% ആക്കി തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റ്. കേരളത്തിലാണ് ഭയങ്കര ചികിത്സാ ചെലവ്. ഒരാൾക്ക് അസുഖം വന്ന കുടുംബം പോക്കാണ്. എത്ര പേരാണ് ചികിത്സിച്ച് ജപ്തി നടപടികൾ നേരിടുന്നത്? അതിൽ നിന്ന് കേരളത്തെ മാറ്റണം. അതിനാണ് ആ സ്കീം. ആ സ്കീമിന് നമുക്ക് അല്ലാതെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിൽ ദേവസ്വം ആക്ടിലും അതിലൊക്കെ മാനുവലിലെല്ലാം ആവശ്യമായ ഭേദഗതികൾ വരുത്തും. കൂടുതൽ സുതാര്യത ഉറപ്പുവരുത്തും. ദേവസ്വം ബോർഡിന്റെ സ്വയംഭരണ അധികാരത്തിൽ ഇടപെടാതെ തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങളിലും ചട്ടങ്ങളിലും സുതാര്യത ഉറപ്പുവരുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാവും. അവിടെ എന്ത് നടന്നാലും അറിയണം. കോടതിയുടെ ഇടപെടലുകൾ ഇത്രമാത്രം ഉണ്ടായിട്ട് പോലും ഇത്രയും വലിയ അനുമതി നടന്നു. അപ്പൊ നമ്മൾ കുറെ കൂടെ ശ്രദ്ധിക്കണം. 5 ലക്ഷം വീടുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ മുന്നേ വയനാട് മേഖലയിൽ കോൺഗ്രസ് കണക്കുകൾ ഇപ്പോഴും പുറത്തുവിടാൻ തയ്യാറാണ്. കണക്ക് എന്തിനാ പുറത്തുവിടുന്നത്? കണക്ക് എപ്പോഴാണ് പുറത്തുവിടുന്നത്? ഒരു പ്രോജക്ടിന്റെ കണക്ക് എപ്പോഴാണ് പുറത്തുവിടുന്നത്? ആ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലേ? ആ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു, പ്രോജക്ട് ഞങ്ങൾ ആരംഭിച്ചു. പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആ കണക്ക് പുറത്തുവിടും. ഇടയ്ക്കിടയ്ക്ക് CPM വന്ന് കണക്ക് ചോദിക്കുമ്പോൾ കണക്ക് കൊടുക്കാൻ എന്താ അവർ വല്ല ഏൽപ്പിച്ചിട്ടുണ്ട്? ഞങ്ങളെ മുഖ്യമന്ത്രി ഞങ്ങളെ വല്ലത് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ടോ? ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിലിരിക്കുന്ന ഫണ്ടിലേക്ക് ഞാനടക്കമുള്ള ആളുകൾ ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ട്. CMDRFൽ ഞങ്ങളടക്കം പൈസ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കയ്യിലേക്ക് മുഖ്യമന്ത്രി ഒന്നും പൈസ തന്നില്ല. ഒരു പ്രോജക്ടിന്റെ കണക്ക് അവതരിപ്പിക്കുന്നത് എപ്പോഴാണ്?
CPM ചോദിക്കുമ്പോഴാ അല്ലല്ല, പ്രോജക്റ്റ് തീരുമ്പോൾ കണക്ക് അവതരിപ്പിക്കും. രണ്ടാമത്തെ കാര്യം, 3-4 സ്ഥലത്താണ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാർത്തിയത്. പയ്യന്നൂരില് അഭിമന്യുവിന്റെ, വിഷ്ണുവിന്റെ ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിപ്പ് നടത്തിയ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്ത പാർട്ടിയാണ് CPM. അതുകൊണ്ട് പിണറായി വിജയൻ ആദ്യം പോയി സ്വന്തം പാർട്ടിയിലെ പാവപ്പെട്ട രക്തസാക്ഷികളുടെ ഫണ്ട് തട്ടിച്ചതിനെ കുറിച്ച് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞങ്ങളെ കണക്ക് ചോദിക്കാൻ വന്നതാണ്. അല്ല, അവർക്ക് പരാതിയുണ്ട്, അല്ലല്ല വെറുതെ വന്ന് ഈ മീറ്റിംഗ് ഇത് മാനിഫെസ്റ്റോയെ സംബന്ധിച്ച ചോദ്യങ്ങൾ മാത്രം മതി, വേറൊന്നും വേണ്ട. ഇതെന്താണെന്നറിയാമോ, ഈ ദേശാഭിമാനിയും കൈരളിയും കൂടി ഒരു ഗൂഢാലോചന നടത്തിയിട്ട് എന്നെ പ്രകോപിപ്പിച്ച് CM ഇറങ്ങിപ്പോയ പോലെ, മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയ പോലെ ഞാൻ രൂക്ഷമായി പ്രതികരിച്ചിട്ട് പോകണം. അപ്പോ സതീശനും അതുപോലെ ആയിരുന്നു വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറെ ദിവസമായിട്ട് ഈ പിള്ളേർ വന്നിട്ട് ചോദിച്ചെന്നു. അല്ലല്ല, ഇവിടെ മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്യുന്ന പരിപാടിയാണ്. മാനിഫെസ്റ്റോയിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം ചോദിക്കാം, അല്ലാത്ത ചോദ്യത്തിനുള്ള മറുപടിയില്ല. നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളോട് കൃത്യമായി പറയാം. നിങ്ങൾ മൈക്ക് വാങ്ങിച്ചിട്ട് മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്യുന്ന പദ്ധതിയിൽ മാനിഫെസ്റ്റോയെ കുറിച്ച് സംസാരിക്കും. ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ വ്യാപകമായിട്ട് കരാർ നിയമനങ്ങൾ നടക്കുന്നു. എന്നാൽ ഇവിടെ ഒത്തിരി വിദ്യാഭ്യാസമുള്ള കുട്ടികൾ തൊഴിൽ ലഭിക്കാതെ ഈ കരാർ നിയമനത്തിൽ ജോലി ചെയ്ത് അവിടെ 10, 30, 40 വർഷമായി കഴിഞ്ഞ് കഴിയുമ്പോൾ ജോലി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. അതൊരു ബുദ്ധിമുട്ടാണ്. ഇത് കരാർ നിയമനം അല്ല, ശരിക്കും പിൻവാതിൽ നിയമനമാണ്, ബാക്ക് ഡോറാണ്. കരാർ നിയമനത്തിന് കുഴപ്പമില്ല, പക്ഷേ കരാർ നിയമനത്തിന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വേണം. PSCയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് പിൻവാതിലൂടെ നിയമനമാണ്. അവിടെ ആദ്യം അട്ടിമറിക്കപ്പെടുന്നത് കഴിവാണ് അട്ടിമറിക്കപ്പെടുന്നത്. രണ്ടാമത് അട്ടിമറിക്കപ്പെടുന്നത് സംവരണം. അപ്പോ പിൻവാതിൽ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കുറെ തീരുമാനങ്ങൾ അവസാനത്തെ മന്ത്രിസഭാ യോഗങ്ങളിൽ എടുത്തിട്ടുണ്ട്. അതെല്ലാം UDF സർക്കാർ വന്നാൽ അപ്പോൾ റദ്ദാക്കും. കരാർ നിയമനം നടത്തേണ്ട സാഹചര്യം ഗവൺമെന്റിന് വന്നാൽ അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വരെ ചെയ്യുള്ളൂ. ബാക്ക്ഡോർ എൻട്രി ഉണ്ടാവില്ല, ഉറപ്പാണ്. അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സിൽവർ ലൈൻ ഒരു കാരണവശാലും നടപ്പാക്കില്ല. സിൽവർ ലൈനിന്റെ ഡീനോട്ടിഫിക്കേഷൻ UDF ഗവൺമെന്റ് വന്നാൽ ഉടനെ എന്താ ചെയ്യുന്നതിന് ഇവര് ആ പദ്ധതി നടപ്പാക്കുന്നുമില്ല. ആ പദ്ധതിക്ക് വേണ്ടി സ്ഥലമെടുത്ത ആളുകൾ എത്ര വർഷമായി. ഒരു മകളുടെ കല്യാണത്തിന് അതൊന്നും പ്ലഡ് ചെയ്യാൻ പറ്റില്ല, ഒരു ബാങ്കിൽ മോർഗേജ് ചെയ്യാൻ പറ്റില്ല, വിൽക്കാൻ പറ്റില്ല. ആ പാവങ്ങളെ മുഴുവൻ ഈ ഗവൺമെന്റ് കഷ്ടപ്പെടുന്നതാണ് ക്രൂരമായ മനസ്സോടുകൂടി. സിൽവർ ലൈൻ നടപ്പാക്കില്ല എന്ന് ഏകദേശം ഇവര് തീരുമാനമെടുത്താണ്. എന്നിട്ടും ആ ഭൂമി നോട്ടിഫൈ ചെയ്ത ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ കരയിക്കുകയാണ്. എത്ര പേര് വന്നിട്ട് ആ സങ്കടം. മകളുടെ കല്യാണം നടത്താൻ പറ്റുന്നില്ല, വീട് വെക്കാൻ പറ്റുന്നില്ല, വിൽക്കാൻ പറ്റുന്നില്ല, ഒരു ലോൺ പോലും എടുക്കാൻ പറ്റുന്നില്ല പാവങ്ങൾക്ക്. ഞങ്ങൾ വന്നാൽ ഉടൻ തന്നെ സിൽവർ ലൈനിന് വേണ്ടി ഏറ്റെടുത്ത ഭൂമി ഡീനോട്ടിഫൈ അത് അവർക്ക് തിരിച്ചു കൊടുക്കും. കേരള ബാങ്കിന്റെ കാര്യം ഉറപ്പായിട്ട് പുനഃപരിശോധിക്കും. കാരണം എന്താണെന്ന് അറിയാം, ലാഭത്തിലായ ജില്ലാ സഹകരണ ബാങ്കുകളെ നഷ്ടത്തിലാക്കിയ സംസ്ഥാന ബാങ്കിൽ കൊണ്ട് ലയിപ്പിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഇപ്പോ കരിവന്നൂരിലും ഒരുപാട് ബാങ്കുകളിലും പ്രശ്നമുണ്ടായി. കേരള ബാങ്കിന്റെ പ്രശ്നം എന്താ? കേരള ബാങ്ക് റിസർവ് ബാങ്കിന്റെ കക്ഷത്തിലാണ് ഇരിക്കുന്നത്. റിസർവ് ബാങ്കിന്റെ അനുമതി ഇല്ലാതെ കേരള ബാങ്കിന് ഒരു നടപടി സ്വീകരിക്കാൻ പറ്റില്ല. തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നുവെങ്കിൽ കരിവന്നൂർ ബാങ്കിലെ പ്രശ്നം ഉണ്ടായപ്പോൾ 48 മണിക്കൂറിനകം നിക്ഷേപകർക്ക് പണം തിരിച്ചു കിട്ടിയത്. ഞങ്ങൾ സഹകരണ രംഗത്ത് നിക്ഷേപ ഗ്യാരണ്ടി കൊണ്ടുവരാൻ പോകും. മറ്റേ ഷെഡ്യൂൾ ബാങ്കിലും നാഷണലൈസ് ബാങ്കിലും ഉള്ളതുപോലെ നിക്ഷേപകർക്ക് പരിധിയില്ല. 1 കോടി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ 1 കോടിക്ക് നിക്ഷേപ ഗ്യാരണ്ടി. അതിന് ഞങ്ങളൊരു കോർപ്പസ് ഉണ്ടാക്കാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് നിക്ഷേപ ഗ്യാരണ്ടി ഉറപ്പുവരുത്തുക. കാരണം ഇല്ലെങ്കിൽ സഹകരണ മേഖല വിഡ്രോവലാണ്. സഹകരണ മേഖല തകർന്നു പോയാൽ കേരളത്തിന്റെ ഇക്കോണമി തകരും. അപ്പൊ അതിന് ഞങ്ങൾ അത് ചെയ്യും. കിഫ്ബിയുടെ കാര്യം ഞങ്ങൾ പുനഃപരിശോധിക്കും. കാരണം ഒറ്റയടിക്ക് ഒരു ഗവൺമെന്റിന്, പുതിയ ഗവൺമെന്റിന് തീരുമാനമെടുക്കാൻ പറ്റുമോ? കമ്മിറ്റ്മെന്റ്സ് അല്ലേ, കടമെടുത്തിരിക്കുകയാണ്. സ്റ്റേറ്റ് സോവറിൻ ഗ്യാരണ്ടി കൊടുത്തിട്ട് കടമെടുത്തിട്ട് നാളെ ഞങ്ങൾ ഇത് തരില്ല എന്നൊരു പുതിയ ഗവൺമെന്റ് പറയാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളത് റീവിസിറ്റ് ചെയ്യും. എന്താണ് അതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന്. കിഫ്ബി ഒരു പ്രയോജനമില്ലാത്ത സ്ഥാപനമായി മാറി. ഗവൺമെന്റിന് പരസ്യം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഏജൻസി മാത്രമായിട്ട് കിഫ്ബി മാറി.
കടം മേടിച്ചിട്ട് കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കിഫ്ബി വഴി കൊടുക്കുക. കിഫ്ബി എന്തിനാ പരസ്യം കൊടുക്കേണ്ട കാര്യം? സർക്കാരിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ പരസ്യങ്ങളും കിഫ്ബിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ആ ബാധ്യത കൂടി സർക്കാരിന്റെ തലയിൽ വെച്ചിരിക്കുക. അതൊന്നും നടക്കില്ല. അതൊക്കെ എക്സ്ചക്കറിൽ നിന്നുള്ള ലീക്കേജാണ്. അല്ല, ലൈഫ് മിഷൻ പദ്ധതി ഞങ്ങൾ റിവൈസ് ചെയ്യും. പറഞ്ഞില്ലേ, പട്ടികജാതിക്കാർക്ക്, പട്ടികവർഗക്കാർക്ക്, മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ പ്രത്യേക ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടാവും. റിവൈസ് ചെയ്യും. ഇപ്പൊ പോണ പോലെ നിങ്ങൾ തന്നെ സംസാരിച്ചോണ്ട് ഇവര് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ ആരെങ്കിലും ചോദിക്കാം. നമ്മളെ നാളെ ഒത്തിരി മാറി, പുതിയ തലമുറ കൂടുതൽ ഡിജിറ്റലൈസ് ചെയ്ത ഒരു കാലത്തേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ കാണുന്ന പട്ടികയിൽ ഒരിടത്ത് ഡിജിറ്റലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ആരോഗ്യ മേഖലയിൽ ഇപ്പൊ പോയ ഒരു ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം പോലും ഇല്ല, UPI പേയ്മെന്റ് സംവിധാനം പോലും ഇല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു മുൻതൂക്കം നൽകുന്ന എന്തെങ്കിലും പദ്ധതികൾ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് നേരത്തെ. ഡേറ്റ ഡ്രിവൺ ഗവേണൻസ് ആണ്. ഡേറ്റ ഡ്രിവൺ ഗവേണൻസ് അത് ഹെൽത്തിലും ഇൻഡസ്ട്രിയിലും സ്റ്റാർട്ടപ്പിലും ബ്യൂറോക്രസിയിലും എല്ലാം ഡേറ്റ ഡ്രിവൺ ഗവേണൻസ് ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഡിജിറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അത് നമ്മൾ ഡിക്ലെയർ ചെയ്തായിരുന്നു നേരത്തെ. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ശരി. നമ്മുടെ പ്രകടന പത്രിക റിലീസ് ചെയ്തു. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു. ബഹുമാനരായ മാധ്യമ സുഹൃത്തുക്കളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം വളരെ കൂളായി മറുപടി പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങ് ഇപ്പോൾ ഇവിടെ ഈ ചടങ്ങ് അവസാനിക്കും. പക്ഷേ ഇതിന് ശേഷം ഇതേ വേദി വെച്ചുകൊണ്ട് തന്നെ AICCയുടെ ഒബ്സർവർ കൂടിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനായ ശ്രീ രേവന്ത് റെഡ്ഡി, തെലങ്കാന ചീഫ് മിനിസ്റ്ററുടെ പത്രസമ്മേളനത്തിലുണ്ട്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളും ആ പത്രസമ്മേളനത്തിൽ